ഗുഡ് മോർണിംഗ് USA, കാനഡ, ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂൾ ഷൂട്ടിംഗ് അതിദാരുണം, മിനസോട്ടയിലെ ക്രൂരത. യുഎസിനെ വീണ്ടും ഞെട്ടിച്ച് സ്കൂളിലെ ദാരുണ വെടിവെയ്പ്. മിനസോട്ടയിലെ മിനിയാപോളിസിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ബുധനാഴ്ച നടന്ന കൂട്ട വെടിവെയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ മിനിയാപോളിസിലെ അനോൺസിയേഷൻ കാത്തലിക് സ്കൂളിൽ ഒരു ഷൂട്ടർ രാവിലെ കുർബാനയ്ക്കിടെ നടത്തിയ വെടിവെപ്പിൽ 8ഉം 10ഉം വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 6 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള മറ്റ് 14 കുട്ടികൾക്കും പരിക്കേറ്റു. അവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അക്രമി വെസ്റ്റ്മാൻ ഡക്കോട്ട കൗണ്ടി റിച്ച്ഫീൽഡിൽ നിന്നുമുള്ള 23 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ റോബിൻ വെസ്റ്റ്മാൻ ആണ് പ്രാദേശിക വാർത്തയായ കെയർ 11 സ്ഥിരീകരിച്ചു. വെടിവെച്ചയാൾ ആത്മഹത്യ ചെയ്തു. പ്രതിയുടെ അമ്മ അനസേഷ്യൻ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. സംഭവത്തിൽ FBI അന്വേഷണം ആരംഭിച്ചു. വെടിവെപ്പിനെ ആഭ്യന്തര ഭീകര പ്രവർത്തനമായും കത്തോലിക്കരെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ കുറ്റകൃത്യമായും കണ്ട് അന്വേഷിക്കുകയാണ്. A community behind us, Annunciation Church and School, committed to academics, service, and Catholic values, filled with the first days of school, of beautiful children going to learn those values, share with their teachers and their classmates. And instead of that joy and that curiosity and that learning, they were met with evil and horror and death. How are you guys still just making a exterior search? At this point, we know we have a total of 19 victims from this tragedy. 2 were young children, ages 8 and 10, that were sitting in the pews at Mass when they were shot and killed. There were another 14 children between the ages of 6 and 15 that were injured by gunfire. There were also 3 adults in their 80s that were parishioners here attending Mass that were also shot in this incident. The coward that shot these victims took his own life in the rear of the church. That coward has been identified as 23-year-old Robin Westman. No prior criminal history. As to the weapons used to perpetrate this horrific attack, there was a rifle, a shotgun, and a pistol. How are the injured students doing? I believe all of them have their parents with them now. And they are all expected to survive. All of the remaining victims are expected to survive. There is a range of injuries, however. I have no information to share on a motive other than saying again that there was some sort of manifesto that was timed to come out on YouTube. It's been taken down and our investigators are going through that to try and develop a motive from that. We'll stand with this community. We'll redouble ourselves to do the best we can to understand what we can do to prevent any parent from having to receive the calls they received today, from any school dedicated to children having to respond to a situation that, as we said, is unthinkable, but that's all too common, not just in Minnesota, but across this country. സ്കൂളിന്റെ ആദ്യ ആഴ്ച ആഘോഷിക്കാൻ നടന്ന ഒരു ആരാധന ചടങ്ങിനിടെ രാവിലെ 8:30 ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുരന്തം സംഭവിച്ചതായി മിനിയാപോളിസ് പോലീസ് മേധാവി ബ്രയാൻ ഒഹാരോ പറഞ്ഞു. അക്രമി കെട്ടിടത്തിന് പുറത്ത് എത്തി പീഠങ്ങളിലിരിക്കുന്ന കുട്ടികളുടെ നേർക്ക് ഒരു റൈഫിൾ ഉപയോഗിച്ച് ജനാലകളിലേക്ക് വെടിവെക്കാൻ തുടങ്ങി. റൈഫിൾ, ഷോട്ട് ഗൺ, പിസ്റ്റൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് കുട്ടികളെയും വിശ്വാസികളെയും വെടിവെച്ചു. പരിക്കേറ്റ 3 മുതിർന്നവരും 80 വയസ്സുള്ള ഇടവകക്കാരനാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത അക്രമി 2020 ഡക്കോട്ട കൗണ്ടിയിൽ തന്റെ പേര് റോബർട്ട് എന്നതിൽ നിന്നും റോബിൻ എന്നാക്കി മാറ്റുകയായിരുന്നു. ഒരു റൈഫിൾ, ഒരു ഷോട്ട് ഗൺ, ഒരു പിസ്റ്റൾ എന്നിവയെല്ലാം അടുത്തിടെ വെടിവെച്ചയാൾ നിയമാനുസൃതമായി വാങ്ങിയതാണെന്നും ഒറ്റയ്ക്കാണ് വെടിവെച്ചതെന്നും ഒഹാര കൂട്ടിച്ചേർത്തു. വെടിവെച്ചയാൾ യൂട്യൂബിൽ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കാൻ തീരുമാനിച്ചതായും ഒഹാര പറഞ്ഞു. FBI സഹായത്തോടെ ഉള്ളടക്കം നീക്കം ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയൽപക്ക പരിശോധനകൾ വീണ്ടും വരുന്നു. US പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവരുടെ അയൽവാസികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി പുനരാരംഭിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി അമേരിക്കൻ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാത്ത ഈ രീതിയാണ്. 2025 ഓഗസ്റ്റ് 22 പുറത്തിറങ്ങിയ ഒരു നയപരമായ മെമ്മോ അനുസരിച്ച്
US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പൗരത്വ നടപടികളുടെ ഭാഗമായി അയൽപക്ക പരിശോധനകൾ വീണ്ടും നടത്തും. 1991 ഉപേക്ഷിച്ച ഈ രീതി അപേക്ഷകരുടെ സമീപത്ത് താമസിക്കുന്നവരുമായി ഒപ്പം ജോലി ചെയ്യുന്നവരുമായി അഭിമുഖം നടത്താൻ ഏജൻസിക്ക് അധികാരം നൽകുന്ന ഒന്നാണ്. മെമ്മോയിൽ പറയുന്നതനുസരിച്ച് അപേക്ഷകർക്ക് പൗരത്വത്തിനുള്ള പ്രധാന യോഗ്യതകളായ നല്ല ധാർമ്മിക സ്വഭാവം, US ഭരണഘടനയോടുള്ള കൂറ്, USനോടുള്ള നല്ല മനോഭാവം എന്നിവയുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് സർക്കാരിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഈ പരിശോധനകൾ സഹായിക്കും. താരിഫിലെ ദുരിതമേറുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയ്ക്കും മേലുള്ള അധിക താരിഫ് നിലവിൽ വന്നതോടെ US വിപണിയിൽ നിലവിലുള്ളതോ ഉപഭോഗത്തിനായി USലെ വെയർഹൌസുകളിൽ നിന്ന് പിൻവലിക്കുന്നതോ ആയ ഉൽപ്പന്നങ്ങൾക്ക് 50% ഉയർന്ന തീരുവ ബാധകമായി. താരിഫ് ഇമ്പാക്റ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം USലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി 40 മുതൽ 45% വരെ കുറയുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. താരിഫ് തുടർന്നാൽ ഈ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 2024 മുതൽ 25-ലെ $87 ബില്യൺ നിന്നും ഈ വർഷം $49.6 ബില്യൺ കുറയുമെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് പറയുന്നു. ഇന്ത്യൻ ഇറക്കുമതിയുടെ താരിഫിൽ നിന്നും US ഭരണകൂടം പല മേഖലകളെയും വിഭാഗങ്ങളെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ കയറ്റുമതിയുടെ ഏകദേശം 30.6% ഇപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിപണിയിൽ ഡ്യൂട്ടി ഫ്രീ ആയി പ്രവേശിക്കുമെന്നും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, പെട്രോളിയം വിഭാഗങ്ങൾപ്പെട്ട ഉൽപ്പന്നങ്ങളെ അധിക നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ 2025 സാമ്പത്തിക വർഷത്തിൽ $27.6 ബില്യൺ ആയിരിക്കുമെന്നും തിങ്ക് ടാങ്ക് പറയുന്നു. കയറ്റുമതിയുടെ ഏകദേശം 4%, പ്രധാനമായും ഓട്ടോ പാർട്സ് 25% താരിഫ് നിരക്ക് ബാധകമാകും. സൂസനെ പുറത്താക്കി, ഇറങ്ങില്ലെന്ന് സൂസനും. ഒരു മാസം മുമ്പ് നിയമിതയായ US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡയറക്ടർ സൂസൻ മൊണാരിസിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ട്രംപ് ഭരണകൂടം നടത്തിയ നീക്കത്തെ തുടർന്ന് USലെ ഉന്നത പൊതുജനാരോഗ്യ ഏജൻസിയിൽ പ്രതിസന്ധി. സൂസൻ രാജിവെക്കില്ലെന്നും ശാസ്ത്ര അനുകൂല നിലപാടിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നും അവരുടെ അഭിഭാഷകൻ പറഞ്ഞു. US ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയറുമായി US വാക്സിൻ നയങ്ങളിലെ വിയോജിപ്പാണ് പുറത്താക്കലിനു പിന്നിൽ. താൻ രാജിവെച്ചിട്ടുമില്ല, തന്നെ പുറത്താക്കിയിട്ടുമില്ല എന്നാണ് സൂസന്റെ നിലപാട്. രോഗനിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമുള്ള കേന്ദ്രങ്ങളുടെ ഡയറക്ടറായ മൊണാരസിനെ ബുധനാഴ്ച വൈകുന്നേരം പുറത്താക്കിയതായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സെൽസ് HSS പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ മാസം സെനറ്റ് നിയമിച്ച മൊണാരസ് US വാക്സിൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് US ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയറുമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട്. നിയമപാലകന്റെ ജീവനെടുത്ത ക്രൂരത. ഡ്യൂട്ടിക്കിടെ കാറിടിച്ച് പരിക്കേറ്റ കൻസാസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ മരിച്ചു. കൻസാസ് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറായ ഹണ്ടർ സിമോൺസിക് ആണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ തന്നെ കൻസാസ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അക്രമി മനഃപൂർവ്വം കാറിടിപ്പിച്ചതാണ് എന്ന് കൻസാസ് സിറ്റി പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൻസാസ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആരംഭിച്ചു. കൻസാസ് സിറ്റി കമ്മ്യൂണിറ്റി കോളേജിന് സമീപം 75-ാം സ്ട്രീറ്റിൽ വെച്ചാണ് ഓഫീസർ സിമോൺസ്കിന് അപകടം സംഭവിച്ചത്. പോലീസിനെ അനുസരിക്കാതെ അമിത വേഗത്തിൽ പോയ ഒരു വാഹനം തടയാൻ സിമോൺസിക് ശ്രമിക്കുന്നതിനിടെയാണ് അക്രമി മനഃപൂർവ്വം വാഹനമിടിപ്പിച്ചത്. യുദ്ധാനന്തര ഗാസയ്ക്കായി ടോണി ബ്ലെയർ. യുദ്ധാനന്തര ഗാസയ്ക്കുള്ള പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ട്രംപിന്റെ മരുമകനും മുൻ മുതിർന്ന ഉപദേഷ്ടാവുമായ ജാരഡ് കുഷ്നറും പങ്കെടുത്തതായും ആക്സിയോസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2007-ൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം 2015 വരെ ബ്ലെയർ മിഡിൽ ഈസ്റ്റ് ദൂതന്റെ പങ്ക് ഏറ്റെടുത്തിരുന്നു. പ്രശ്ന പരിഹാരത്തിനുള്ള പദ്ധതി രൂപീകരിക്കാൻ ജെറുസലേമിൽ സമയം ചിലവഴിച്ചിട്ടുണ്ട്. കാനഡയുടെ ടെക് തൊഴിൽ വിപണി തകർച്ചയിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കാനഡയുടെ ടെക് തൊഴിൽ വിപണി തകർച്ചയിലേക്ക് നീങ്ങുന്നതായി പുതിയ പഠനം. ജോബ് പോസ്റ്റിംഗ് സൈറ്റായ ഇൻഡിസിന്റെയാണ് പുതിയ കണ്ടെത്തൽ. 2020-ന്റെ തുടക്കത്തിൽ തൊഴിൽ അവസരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഗസ്റ്റിലേക്ക് ഒഴിവുകൾ 19% കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020-ന്റെ തുടക്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ AI-യുമായി ബന്ധപ്പെട്ട ജോലികളിലേക്കുള്ള നിയമനങ്ങൾ ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. ടെക് ജോലി പോസ്റ്റിംഗുകളിലെ കുറവിന്റെ ഭൂരിഭാഗവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികകളിലാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വിപണിയിലുണ്ടായ മാറ്റം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ സമീപകാല മുന്നേറ്റങ്ങളുടെയും
ടെക് സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുന്നതിൽ കാണിച്ച താല്പര്യക്കുറവോ ആകാം ഈ ഇടിവിന് കാരണമെന്നും ഇൻഡീസ് പറയുന്നു. 2022 അവസാനത്തിൽ ChatGPT പുറത്തിറങ്ങിയപ്പോൾ തന്നെ ടെക് ജോബ് പോസ്റ്റിംഗുകൾ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് AI-യിൽ താല്പര്യം വർദ്ധിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെയാണ് ടെക് മേഖലയിലെ തൊഴിൽ മാന്ദ്യത്തിന്റെ പ്രധാന കാരണം കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്നും ഇൻഡീസ് വ്യക്തമാക്കുന്നുണ്ട്. മൂട്ടകളെ മണത്ത് കണ്ടുപിടിക്കാൻ ബെഡ്ബഗ് ഹണ്ടിംഗ് ഡോഗുകൾ. എഡ്മണിൽ മൂട്ടകളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച ബെഡ്ബഗ് ഡോഗ്സിന്റെ സേവനം വ്യാപകമാക്കുന്നു. 7 വയസ്സുള്ള സ്പ്രിംഗ് സ്പാനിയൽ ഇനത്തിൽപ്പെട്ട ഡാഷ് എന്നു പേരുള്ള നായ ഓർക്കിൻ കാനഡയ്ക്ക് വേണ്ടി ബെഡ്ബഗുകളെ മണത്തറിയുന്നതിൽ പ്രൊഫഷണലാണ്. ഈ നായ 99.9% കൃത്യതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഓർക്കിൻ കാനഡയിലെ K9 ഹാൻഡറായ ഹെയ്തി വാട്ടൻഹൗട്ട് പറയുന്നു. മൂട്ടകൾ പുറപ്പെടുവിക്കുന്ന ഫെറോമോണുകളുടെ പ്രത്യേക ഗന്ധം തിരിച്ചറിയാൻ നായകളെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.